വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 12 വരെ. ആ കാലത്ത് സാമന്ത രാജാവായ ഹെരോദേസ് യേശുവിൻ്റെ കീർത്തി കേട്ടിട്ട് തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ഇവൻ യോഹന്നാൻ സ്നാപകനാകുന്നു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ടാണ് ഇവൻ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഹെരോദേസ് തൻ്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യയായ ഹെരോദ്യ നിമിത്തം യോഹന്നാനെ പിടിച്ച കാരാഗൃഹത്തിൽ ബന്ധിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ലെന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു. ഹെരോദേസ് യോഹന്നാനെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും ജനങ്ങൾ അവനെ പ്രവാചകനെ പോലെ സ്വീകരിച്ചിരുന്നതിനാൽ ഹെരോദേസ് അവരെ ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഹെരോദേസിന്റെ പിറന്നാൾ ദിവസം വന്നു. ഹെരോദ്യയുടെ മകൾ ശലോമി ഭക്ഷണത്തിനിരിക്കുന്നവരുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ഹെരോദേസിന് സന്തോഷമായി. അതുകൊണ്ട് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കാമെന്ന് അവൻ അവളോട് പ്രതിജ്ഞ ചെയ്തു. എന്നാൽ അവൾ തന്റെ മാതാവ് ഉപദേശിച്ചത് അനുസരിച്ച് യോഹന്നാൻ സ്നാപകന്റെ തല അറുത്ത് ഒരു താലത്തിലൂടെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അത് രാജാവിന് സങ്കടമായി. എന്നാൽ പ്രതിജ്ഞയെയും അതിഥികളെയും വിചാരിച്ച് അത് അവൾക്ക് കൊടുക്കുവാൻ കൽപ്പിച്ചു. ഹെരോദേസ് ആളയച്ച് കാരാഗൃഹത്തിൽ വെച്ച് യോഹന്നാന്റെ തലച്ചേരിക്കുകയും അതൊരു താലത്തിൽ കൊണ്ടുവന്ന് പാലിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അത് കൊടുപ്പിക്കുകയും ചെയ്തു. അവളത് കൊണ്ടുപോയി തന്റെ മാതാവിന് കൊടുത്തു. യോഹന്നാന് ശിഷ്യന്മാർ ചെന്ന് അവന്റെ മൃതശരീരമെടുത്ത് ഒരു കല്ലറയിലടക്കി. അവർ ചെന്ന് യേശുവിനോട് അത് അറിയിക്കുകയും ചെയ്തു. ജനുവരി മാസം 6-ാം തീയതി കർത്താവിൻ്റെ സ്നാനപ്പെരുന്നാളിന് ശേഷം 7-ാം തീയതി ഇന്ന് കർത്താവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകന്റെ ഓർമ്മ ദിവസം ആചരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ പരിപാടി കഴിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാനൊരു മുഖാന്തരമായി, അത് തൻ്റെ കഴുത്തറക്കുന്ന ഒരു അനുഭവമായി വന്നത് തനിക്ക് ഈ ഭൂമിയിലെ വേല കഴിഞ്ഞ് പാതാളത്തിലൊരു വേലയുണ്ടായിരുന്നുകൊണ്ട് പാതാളത്തിലേക്ക് പോകാനുള്ള ഒരു കവാടമായിരുന്നു ആ മരണമെന്നുള്ളത് പിതാക്കന്മാരുടെ പ്രമേയസ്വതറാകളിൽ അവരെ ധ്യാനിച്ച ഒരു സത്യമാണ്. ഒരു സ്വല്പസമയം ഇരുന്നിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം. ജനുവരി മാസം 7-ാം തീയതി യോഹന്നാൻ സ്നാപകന്റെ മരണ ദിവസം നമ്മൾ നോക്കുമ്പോൾ വായിക്കുവാൻ വെച്ചിരിക്കുന്നു. സ്ത്രീകളും ജനത്തിലേക്ക് മഹാനായ പ്രവാചകനെ ഇങ്ങനെ ഒരു മരണമുണ്ടായത് എന്താണ്? ദൈവം അത് അനുവദിച്ചത് എന്തിനാണ്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിലെ അർത്ഥം നമുക്ക് മനസ്സിലാകുവാൻ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുകയും കർത്താവിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുകയും വേണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ കൊച്ചു ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ ജനിച്ചിലേക്ക് മഹാനായ കർത്താവ് തന്നെ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തതായി യോഹന്നാൻ ഒരു നല്ല മരണം കൊടുത്തുകൂടായിരുന്നു? ഇതൊരു ദുരന്തമാണോ? അതോ ഒരു പെൺകുട്ടിയുടെ അവളുടെ അമ്മയുടെയും അത്യാഗ്രഹവും ദുഷ്ടതയും നടപ്പിലാക്കാൻ വേണ്ടി സ്ത്രീയുടെ ന്യൂസിലേക്ക് മഹാനായ ഒരു പ്രവാചകനെ ദൈവം എന്തുകൊണ്ട് വിട്ടുകൊടുത്തു? അതുമാത്രമല്ല, ആ പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിച്ചതേ ഉള്ളൂ. ആ കൊട്ടാരത്തിൽ നടന്നതായ പാപപ്രവൃത്തിയെ ശാസിക്കേണ്ടത് ഒരു പ്രവാചകന്റെ ചുമതലയായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞിട്ട് അത് പറഞ്ഞ് ശാസിച്ചു. അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അവനിനി ഭൂമി വെച്ചേക്കണ്ടാന്നങ്ങ് തീരുമാനിച്ചു. ആ പ്രവാചകന്റെ കഴുത്തറുത്ത് അവനെ കൊല്ലുന്നതിൽ രസിക്കുന്നതായ ഒരു അശുദ്ധ സ്ത്രീയും അവളുടെ മകളും കൂടെ നൃത്തം ചെയ്ത് രാജാവിനെ വശീകരിച്ച് ഒരു കൊലപാതകത്തിന് ഇടം കൊടുത്തപ്പോൾ ദൈവം അതെന്തുകൊണ്ട് അനുവദിച്ചു? ഇതൊക്കെ നമുക്ക് തോന്നാവുന്ന കാര്യമാണ്. എന്നാൽ അവർ ചെയ്തത് ദുഷ്ടതയും അത്യാഗ്രഹവും പാപവുമാണെങ്കിലും ദൈവം അതിനെയും തൻ്റെ പദ്ധതിക്ക് ഉപയോഗിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈ ഭൂമിയിൽ നടക്കുന്ന സകല സംഭവങ്ങളെയും ദൈവം തൻ്റെ പദ്ധതിക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതിനാധാരമായൊരു വേദഭാഗമുണ്ട്. അത് സദൃശവാക്യം 16-ാം അധ്യായത്തിന് 4-ാം വാക്യമാണ്. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചു, അനർത്ഥ ദിവസത്തിനായി ദക്ഷിണയും കൂടെ. അപ്പോൾ അനർത്ഥ ദിവസത്തിൽ
നശിക്കുന്നിടം വരെ ദുഷ്ടം ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികളെയും കർത്താവ് തൻ്റെ ഏതെങ്കിലും പദ്ധതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് പ്രയോജനമൊന്നുമില്ലെങ്കിലും ദൈവം തൻ്റെ പദ്ധതിക്ക് അതിനെയും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഈ യോഹന്നാൻ സ്നാപകൻ തലയിറക്കുന്ന ഈ ദുഷ്ടമായ ക്രൂരമായ ആ വിനോദത്തിൽ ദൈവം എന്തിന് കൂട്ടുനിന്നു? ദൈവത്തിന് വേണ്ടി തടയാമായിരുന്നു. ദൈവം തടഞ്ഞില്ല. യോഹന്നാൻ സ്നാപകനെ ജയിലിലാക്കുന്ന പരിപാടിയിൽ നിന്ന് ദൈവം വേണമെങ്കിൽ അവനെ ഒഴിവാക്കാമായിരുന്നു. അതൊന്നുമല്ല സംഭവിച്ചത് യോഹന്നാൻ സ്നാപകന്റെ അവസാനത്തെ പ്രസംഗമായിട്ട് അവനെ വീണ്ടും പ്രസംഗിപ്പിക്കാതിരിക്കത്തക്കവണ്ണം ജയിലിലിട്ട് അവന്റെ ദുഷ്ടതയെ ശാസിച്ചതിന്റെ പ്രതികാര ചിന്തയിൽ കഴുത്തറക്കുന്ന സംഭവമാണ് നടന്നത്. അതിന്റെ പുറകിൽ ദൈവം അതിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത്? ഈ ദിവസം വായിക്കേണ്ടതായ പ്രമേയൻ സദറാകളിൽ സന്ധിക്ക് മുതലുള്ളതായ പ്രമേയൻ സദറാകളിൽ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് ആഴമായി ധ്യാനിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയൊരു വെളിപ്പാട്, യോഹന്നാൻ സ്നാപകന്റെ ഈ ഭൂമിയിലെ പണി കഴിഞ്ഞു. കർത്താവിന് വഴിയൊരുക്കി. ആ വഴിയിലൂടെ കർത്താവ് വേല ചെയ്തു. വഴിമുടക്കിയാകാതെ വഴി മാറിക്കൊടുത്ത് തനിക്കൊരു വിശ്രമ ജീവിതം ആവശ്യമായിരുന്നു. അതിന് രാജാവിൻ്റെ ചെലവിൽ തന്നെ കൊട്ടാരത്തിൽ വിശ്രമ ജീവിതം കിട്ടി. അതിന് നന്മയില് കർത്താവ് റിട്ടയർമെന്റും പെൻഷനും കൊടുത്തതാണ്. അപ്പൊ അതുപോലെ വേല കഴിഞ്ഞാൽ കർത്താവ് ഇങ്ങനെ പലരെ കൊണ്ട് നമ്മൾക്ക് റിട്ടയർമെന്റും പെൻഷനും ഒക്കെ തരിക്കും. അത് വേറെ ഭാഷയിലായിരിക്കും മാത്രം. ജയിലിന്റെ ഭാഷയിൽ തനിക്കത് വന്നു. തനിക്ക് എവിടെ കിടന്നുകൊണ്ട് ജയിലിലെ ആഹാരമാണെങ്കിലും അത് മതി. തനിക്ക് വിശ്രമിക്കാനൊരു മുറി, വിശ്രമിക്കാനൊരു സ്ഥലം, ആഹാരം കഴിക്കാൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ സൗകര്യം ഒരുക്കി. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതുമാത്രമല്ല, ഈ യോഹന്നാൻ സ്നാപകന് ഈ ഭൂമിയിൽ മാത്രമല്ല വഴിയൊരുക്കിൻ്റെ പണി കിട്ടിയത്, പാതാളത്തിലും വഴിയൊരുക്ക് പണി ഉണ്ടായിരുന്നെന്നാണ് പിതാക്കന്മാർക്ക് കിട്ടിയ ഒരു വെളിപ്പാട്. ഇവിടുത്തെ പണി കഴിഞ്ഞു, പാതാളത്തിലെ പണിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിപ്പോയത്. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പാതാളത്തിലെ ജോലിക്ക് ഉദ്യോഗ കയറ്റത്തോടുകൂടി ഒരു പ്രൊമോഷൻ കിട്ടി. അതിന് ഈ കൊലപാതകയെയും ഒക്കെ ഉപയോഗിച്ചെന്ന് മാത്രം. അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്നാണെന്നറിയാമെങ്കിൽ ആ ഉദ്ദേശം സാധ്യമാക്കുവാൻ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ അവൻ വഴിതിരിച്ചു വിടും എന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശയ്ക്ക് നൽകട്ടെ. ദൈവം അറിയാതെ നമുക്ക് ഒന്നും സംഭവിക്കുന്നില്ല. തലയിലെ മുടി പോലും അവൻ അറിയാത്ത ആഴെ വീഴുന്നില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ സംഭവിച്ചതിൻ്റെ എല്ലാം നല്ല വശം കാണാൻ സാധിക്കും. സംഭവിച്ച കാര്യത്തിൻ്റെ അർത്ഥം നമുക്ക് ഉടനെ മനസ്സിലാകണമെന്നില്ല. അത് ചിലപ്പോൾ അനേക നാൾ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രാർത്ഥന മുടക്കാതെ അന്വേഷണം തുടരാമെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടും. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഭൂമിയിലെ പണി കഴിഞ്ഞ് കുറച്ച് നാൾ വിശ്രമിക്കാൻ സമയം കിട്ടി. കൊട്ടാരത്തിൽ തന്നെ അടുത്തൊരു മുറിയിൽ, കാരാഗ്രഹം എന്നായ പേരെങ്കിലും കൊട്ടാരത്തിലായിരുന്നു താമസം. കൊട്ടാരത്തിലെ കാരാഗ്രഹത്തിൽ ആഹാരം കഴിച്ച് വിശ്രമിക്കാൻ അവസരം കിട്ടി. ഇവിടുന്ന് പാതാളത്തിലേക്ക് പോകാനൊരു വഴി വേണ്ടേ? അതിന് മരിക്കാതെ പോകാനും പോകും. തന്നെ ഒട്ട് ചാവുകയില്ല. ആരെങ്കിലും വന്നാലേ പോകാനും ഒക്കുള്ളൂ. നല്ല ആരോഗ്യമുള്ള ആൾ, ചെറുപ്പക്കാരൻ, തന്നെ ചാവുമോ? സ്വാഭാവികമായിട്ട് മരിക്കുകയില്ല. പിന്നെ ആരെങ്കിലും കൊന്നെങ്കിൽ പോകാനൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ ഈ ഭൂമിയിലെ പണി കഴിഞ്ഞ് റിട്ടയർമെൻ്റായി പെൻഷനും കിട്ടി മരിക്കേണ്ട സമയമായപ്പോൾ ആ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. ദൈവം അതിനെ ഇയാൾക്ക് സ്ഥലമാറ്റം കൊടുക്കാനൊരു മുഖാന്തരമായി ഒരുക്കി. അത് യോഹന്നാൻ വലിയ സന്തോഷമായി. പോയി കിട്ടിയല്ലോ, മാറി കിട്ടിയല്ലോ, അടുത്ത പണി പാതാളത്തിൽ പോയി ചെയ്യാമല്ലോ. പാതാളത്തിൽ പോയി എല്ലാവരും പ്രസംഗിച്ചതേ ഒരുത്തം വരുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ആദാമിൻ്റെ കാലം മുതൽ നിങ്ങൾ പാതാളത്തിൽ കിടക്കുക, നിങ്ങൾ സ്വയാശ്രയത്താൽ പാതാളത്തിൽ വന്നു, നിങ്ങളുടെ പ്രാണനെ വീണ്ടെടുക്കാനിതാ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലെ പണി കഴിഞ്ഞ് പാതാളത്തിലോട്ട് എൻ്റെ കുറേ വരുന്നുണ്ട്, നിങ്ങൾ നോക്കിയിരുന്നു എന്ന് പറഞ്ഞ് അവരെ ഒരുക്കി. അപ്പോൾ പാതാളത്തിലെ വീണ്ടെടുപ്പിൻ്റെ വേലയ്ക്ക് വേണ്ടി യോഹന്നാൻ്റെ രക്തവും യോഹന്നാൻ്റെ പ്രാണനും ആത്മാവും എല്ലാം പോയി പ്രസംഗിച്ചു. അങ്ങനെ ആത്മലോകത്തിലും പ്രസംഗം ഉണ്ടെന്നുള്ള കാര്യം നടക്കരുത്. കർത്താവും ആത്മലോകത്ത് പോയി പ്രസംഗിച്ചു. അതിനു മുമ്പ് ആര് പ്രസംഗിച്ചു? യോഹന്നാൻ പ്രസംഗിച്ചു. ഇതാണ്. അപ്പം ആത്മലോകത്തിലും പ്രസംഗമുണ്ട്. നമ്മൾ മരിച്ചാലും നമ്മുടെ വേണം ഇവിടുത്തെ പണി തുടരാൻ സാധിക്കും. കാരണം മരിച്ചതുകൊണ്ട് കാര്യം തീരുന്നില്ല, സ്ഥലം മാറ്റേ ഉള്ളൂ. അപ്പം ഇവിടെ ദൈവം നമുക്ക് തരും നല്ല പണി
പാതാളത്തിലും പർദീസായിലും ഭൂമിയിലും സ്വർഗത്തിലെല്ലാം നമുക്ക് തുറന്നു ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രത്യാശ ഇവിടെ നൽകിയിരിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ സ്നാപകന് വലിയ സന്തോഷമായി പാതാളത്തിലുള്ളവരോടും പ്രസംഗിച്ചു, അവരെ ഒരുക്കി നിർത്തി. അങ്ങനെ ഇന്ന് നീ എന്നോട് പർദീസായിലിരിക്കുമെന്ന് പറഞ്ഞ കള്ളനും ഈ വഴിയാണ് ഈ കർത്താവിൻ്റെ കുരിശേ കടന്നുള്ള പ്രസംഗം കേട്ടു. അത് കഴിഞ്ഞ് ബാക്കി പ്രസംഗം എവിടെ ചെന്ന് പാതാളത്തിൽ പോയി അവിടെ നിന്നും പ്രസംഗം. അങ്ങനെ അതിലെവിടെയാണ് പർദീസായിലേക്ക് പോയത്. അപ്പോൾ പർദീസായിലേക്കുള്ള വഴി പാതാളം വഴിയായിരുന്നു. കർത്താവ് പാതാളത്തിലെ പ്രസംഗം കഴിഞ്ഞാണ് പിന്നെ ഈ അങ്ങനെ ആ ഒരു വേല നമുക്കുണ്ടെന്നുള്ള കാര്യം പ്രത്യാശിക്കുക നൽകട്ടെ. എല്ലാ കാര്യവും പെട്ടെന്ന് നമുക്ക് മനസ്സിലായെന്ന് വരികയില്ല. അതിനൊരു കാലമുണ്ട്. ദൈവവചനങ്ങൾ നമ്മൾ നിവൃത്തിയാകുന്നൊരു കാലമുണ്ട്. എന്നും പ്രാർത്ഥിച്ചോണം. എന്നും പ്രാർത്ഥിച്ച് അന്വേഷിക്കാമെങ്കിൽ എല്ലാ ദിവസവും നിവൃത്തിയാകുന്ന വചനം നിവൃത്തിയായത് ബോധ്യമാകുന്ന ദിവസങ്ങൾ നമുക്കുണ്ടാവും. ഈ കാര്യം പഠിക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഇന്നലെ വായിക്കണമെന്ന് കർത്താവിനോട് കൽപ്പിച്ചു. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇന്നെന്താ വായിക്കേണ്ടത് ചോദിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എത്ര പ്രാവശ്യം വായിച്ചതാ കർത്താവ്, ഇനി എന്നാ അതിനെ വായിക്കാനാണ് എന്നാ ആദ്യം തോന്നിയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തെ സന്ദേശം കേട്ടതാ. ഇനി എന്നാ അതിനെക്കുറിച്ച് വായിക്കാൻ? ഒത്തിരി വായിച്ചത്, ഒത്തിരി പഠിച്ചത്, ഇനിയും വല്ലതും അതിനകത്തുണ്ടോ? ഉണ്ട്, ഇനിയുണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും ഓരോ ദിവസവും ഒരു പ്രത്യേക സമയത്ത് മാത്രം വെളിപ്പെടുന്ന സത്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ടാണ് മഗ്ദലന മറിയത്തിന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചപ്പോൾ ആ യേശുവിനെ ആദ്യം തോട്ടക്കാരനായിരുന്നോ? അപ്പം വിദ്യാബോധം ആർക്കുണ്ട്? മഗ്ദലക്കാരന് പറയും വിദ്യാബോധം ഉണ്ടായിരുന്നു. വിദ്യാബോധം എന്നാ എപ്പോഴാണ് മാറിയത്? ഇത് തോട്ടക്കാരനാണെന്ന് അവിടെ വിചാരം. അപ്പൊ അങ്ങനെ വിദ്യാബോധം നമുക്കും മാറാതെ കിടക്കാം. അപ്പോൾ യേശുവിന്റെ പുറകെ ഒത്തിരി നാൾ നടന്നെങ്കിലും ഒത്തിരി പ്രസംഗം കേട്ടെങ്കിലും യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രതീക്ഷ അവർക്കില്ല. എന്താ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രതീക്ഷയില്ലാതെ മരിച്ചയാളിന് ശവം കാണാനാ പോയത്. മനസ്സിലായോ? അപ്പൊ ശവം കാണാനായിട്ട് പോയ ആള് ചെന്നപ്പോ ആളിനെ കാണാനില്ല. അപ്പൊ അവളുടെ വിചാരം ആരാണ്ട് കട്ടുകൊണ്ട് പോയെന്നാ, അല്ല ഉയർത്തെഴുന്നേറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വേറെ വിദ്യാബോധം. കല്ലറയ്ക്ക് ചെന്നപ്പോഴേ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ അവളുടെ വിചാരം ഇത് ആരാണ്ട് ഈ ശവശരീരം കട്ടുകൊണ്ട് പോയെന്നാ, എടുത്തോണ്ട് പോയി, അല്ലാതെ ഉയർത്തെഴുന്നേറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയേ ഇല്ല. ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം അവൾക്ക് പ്രസംഗം കേട്ടതാണെങ്കിലും ഓർമ്മയിലില്ല, അത് വെളിപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കർത്താവിനെ അവൾ അങ്ങ് തീരുമാനിച്ച് ആരാണ്ട് കട്ടുകൊണ്ട് പോയി, ആരാണ്ട് എവിടെയാണ്ട് കൊണ്ടുപോയി. എന്നിട്ട് ഈ മഗ്ദലന മറിയം ആദ്യം ശിഷ്യന്മാരോട് പറയുന്ന സന്ദേശം എന്റെ കർത്താവിനെ ആരാണ്ട് എടുത്തോണ്ട് പോയെന്നാ. ശരിയാണോ? അവളുടെ ധാരണ അവളങ്ങ് പറയുക. നമുക്ക് ഇങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ വേദോസം എത്ര വായിച്ചാലും എത്ര പ്രസംഗം കേട്ടാലും എത്ര ധ്യാനിച്ചാലും നമുക്ക് ചില മുൻവിധികളും നമുക്ക് ചില വിദ്യാബോധങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടെന്നുള്ള കാര്യം ആരും മറക്കരുത്. അത് മാറാനും ഒരു ദിവസമുണ്ട്. മഗ്ദലന മറിയത്തിന്റെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അവൾ വളരെ ബന്ധപ്പെടുന്നുണ്ട്. അത് മനസ്സിലായതിന് മുമ്പ് കട്ടുകൊണ്ട് പോയി എന്നുള്ള ധാരണയിൽ അങ്ങനെ ഒരു സുവിശേഷം അവളൊന്ന് പറഞ്ഞു. അത് ശരിയായ സുവിശേഷമായിരുന്നോ? കല്ലറ ഒഴിഞ്ഞു കിടക്കുന്ന അവളാണ് ആദ്യം കണ്ടത്. പക്ഷേ ആ വിവരം അവൾ ധരിച്ചത് ആരാണ്ട് എടുത്തോണ്ട് പോയതാ. ഈ ശവശരീരം ആരോ എടുത്തോണ്ട് പോയതാ. ആ സന്ദേശമാണ് ശിഷ്യന്മാരുടെ എന്ന് പറഞ്ഞത്. ആദ്യം കർത്താവിനെ ആരാണ്ട് എടുത്തോണ്ട് പോയി. അത് കേട്ടോണ്ട് പത്രോസ് യോഹന്നാന് ഓടി വന്ന് നോക്കിയപ്പോൾ അവരും കണ്ടു ഒഴിഞ്ഞു കിടക്കുന്നു. അത് കഴിഞ്ഞ് സ്വല്പം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ കർത്താവ് ഈ മഗ്ദലന മറിയത്തിന്റെ അടുത്ത് ഒരാളിങ്ങനെ പുറകെ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോഴും അവളുടെ മുൻവിധിയിലാണ് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചാൽ എടുത്തോണ്ട് പോയെങ്കിൽ എവിടെയാ വെച്ചതെന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് പോകോളാം. മനസ്സിലായോ? അവർ പറഞ്ഞതിന്റെ അർത്ഥം മുൻവിധികൾ മറിയാമ്മയെന്ന് വിളിച്ചപ്പോഴാണ് പുതിയ വെളിപ്പാട്. അപ്പം പുതിയ വെളിപ്പാട് തെറ്റിസാണ് പറഞ്ഞത്. റബൂനി എന്ന് മറുപടി പറഞ്ഞപ്പോഴാണ് ശരിയായ വെളിപ്പാട്. അപ്പൊ നമ്മുടെ പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ വിദ്യാബോധം മാറ്റുന്ന ഒരു ദിവസം നമുക്ക് ഉണ്ടാകാം. എഴുതിക്കോ, നമ്മളെ എത്ര പ്രാവശ്യം ധ്യാനം കൂടിയാലും എത്ര പ്രാവശ്യം പള്ളിയിൽ പോയാലും എന്തെല്ലാം കേട്ടാലും വിദ്യാബോധം മാറാത്ത ഒരു കാലം നമുക്കും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അതിന് ശേഷം യോഹന്നാൻ വന്നു.
പത്രോസ് യോഹന്നാന്റെ അകത്ത് കയറിയപ്പം മാലാഹയാണ് പറയുന്നത്, കാൽക്കലും തലയ്ക്കലും ഒക്കെ ഇരിക്കുന്ന 2 മാലാഹമാർ പറയാം, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ ആളിനെ മരിച്ച സ്ഥലത്ത് നിങ്ങളെന്തിനാ അന്വേഷിക്കുന്നത്? അവൻ മരിച്ച അവനായിരുന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. ആ പിതാവിനെ കുറിച്ച് അവർ പറയുന്നത് നിങ്ങളുടെ ദൈവവും അവന്റെ ദൈവവും എന്നാ അവിടെ ഇരിക്കുന്നത്. പിതാവിനെ അവിടെ സംബോധന ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആ കർത്താവ് കയറി പോയിരിക്കുന്നത് നമ്മുടെ ദൈവവും അവന്റെ ദൈവവുമായ പിതാവിന്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത് പോയി പറയാൻ പറയും. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവും ആ ദൈവത്തിനടുത്തേക്ക് ഞാൻ കയറിപ്പോയെന്നുള്ള കാര്യം ചെന്നെന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മറിയാം 2ാമത്തെ സത്യസുവിശേഷം പറഞ്ഞത്. ആദ്യത്തെ സത്യസുവിശേഷമായിരുന്നു കള്ളസുവിശേഷമായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കള്ളസുവിശേഷങ്ങൾ കാണും. നമ്മുടെ മുൻവിധിയും നമ്മുടെ തിരുധാരണകളും നമ്മുടെ സംശയങ്ങളും എല്ലാം കലർന്നതായ സുവിശേഷമായിരിക്കും ഇത്രയും നാൾ നമ്മൾ പറഞ്ഞത്. നമ്മുടെ ബോധങ്ങളും നമ്മുടെ ചിന്താഗതികളിൽ ഒത്തിരി അപാകതകളും അപൂർണതകളും വരാം. അതിന് നമ്മുടെ മുൻവിധികളെയും നമ്മുടെ വിദ്യാബോധങ്ങളെ സ്വാധീനിക്കുന്ന മുൻകാല ജീവിതങ്ങളുമുണ്ട്. മുൻകാല ജീവിത പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഓരോ ധാരണകൾ നമുക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ മുൻവിധികൾ നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ മഗ്ദലന മറിയം ചെന്ന് കള്ളമല്ലേ പറഞ്ഞത്? അവളോട് ആര് പറഞ്ഞു? ആരാണ്ട് മോഷ്ടിച്ചോണ്ട് പോയെന്ന് അവൾക്കങ്ങ് തോന്നിയതല്ലേ? മോഷ്ടിച്ചു പോകുന്ന അത് കണ്ടോ? അവൾക്കങ്ങ് തോന്നി, അതങ്ങ് പ്രഖ്യാപിക്കുക. ഇങ്ങനത്തെ ബലഹീനത നമുക്കും. പിന്നെ അവൾക്ക് അങ്ങനെ വിദ്യാബോധം വരാൻ കാര്യം എന്നാണെന്നറിയാവോ? ഇവൾക്ക് ഇങ്ങനെ പലരെയും തട്ടിക്കൊണ്ട് പോയി പരിചയമുണ്ട്. നേരത്തെ പല പുരുഷന്മാരെ ജീവനോടെ എടുത്തുകൊണ്ട് പോയി നല്ല പരിചയമാണ് അവർക്ക്. അപ്പോഴേ ഈ യേശുവിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും, എടുത്തുകൊണ്ട് പോയതായിരിക്കും. അങ്ങനെ അപ്പൊ പഴയ നമ്മുടെ ബലഹീനതയുടെ പശ്ചാത്തലത്തിൽ പുതിയ കാര്യങ്ങളെ നമ്മൾ ആ കളറിൽ കാണാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞതും പഴയ പരിചയം പറ്റുണ്ട്. ഏതാ? യേശുവിന് ശരീരം ചത്തതാണേലും വേണ്ടില്ല, എനിക്ക് ആ യേശുവിനെ വേണം. ഇവൾക്ക് പലരെ എടുത്ത് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. അപ്പൊ മുൻ പരിചയങ്ങൾ നമ്മളെ മുൻവിധിയുള്ളവരാക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുൻ പരിചയങ്ങൾ പൂർവ്വകാല ജീവിതത്തിലെ അബോധ മനസ്സിലെയും ഉപബോധ മനസ്സിലെയും സുബോധ മനസ്സിലെയും നമ്മുടെ തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, വ്യാകുലങ്ങൾ ഇവയെല്ലാം നമ്മുടെ പ്രസ്താവനകളിൽ നിഴലിക്കും. അതിനകത്ത് അതിന്റെ കളറ് കാണും. അതുകൊണ്ടാണ് നമ്മൾ ഈ വായിക്കുന്ന പത്രപ്രസ്താവനകളെല്ലാം ശരിയാകണമെന്നില്ല. നമ്മളെല്ലാം പത്രം വായിക്കുന്നവരാ. ഈ പത്രക്കാർ പറയുന്നില്ല 100% ശരിയാകണമെന്നില്ല. അവർക്ക് പത്രം ചെലവാകാൻ പറ്റിയ വിധത്തിൽ പൊടിപ്പും തുമ്മലൊക്കെ ചെയ്ത് അവതരിപ്പിക്കുന്നത്. ആ വാർത്തകൾ അതേപടി അറിയിച്ചാൽ വല്ലവരും വായിക്കുമോ? വാർത്തകൾ ആകർഷകമാക്കാൻ വേണ്ടി ചില പൊടിപ്പും തുമ്മലും ചില വേലകളൊക്കെ ചെയ്ത് ആണ് അവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്രവും പത്രക്കാരും അതുപോലെ 100% സത്യമാകണമെന്നില്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ TV-യിലോ പത്രത്തിലോ വരുന്ന ന്യൂസുകൾ അതേപടി വെട്ടി വിഴുങ്ങരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മറിയാം ആദ്യം കട്ടോണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഒരു പ്രസ്താവനയാകാം. മനസ്സിലായോ? സത്യങ്ങൾ അറിയണമെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കണം. മനസ്സിലായോ? നമ്മളോട് 24-ാം തീയതി പ്രസംഗിക്കാൻ വന്ന സന്തോഷ് ബ്രദറിന് ഈ വെളിപ്പാട് ലഭിച്ചു. പത്രങ്ങളിൽ വരുന്ന സന്ദേശങ്ങൾ 100% സത്യമല്ലാത്തതുകൊണ്ട് അത് വായിക്കുകയേ വേണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളോടങ്ങനെ പറയില്ല. പത്രവായന നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് 100% ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു വ്രതം അങ്ങനെയുണ്ട്. എനിക്ക് ഒരു പത്രവും വായിക്കണ്ട, എനിക്ക് എൻ്റെ കർത്താവ് പറയുന്ന സത്യം മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാവും പകലും പ്രാർത്ഥിച്ച് കിട്ടുന്ന സന്ദേശം ലോകം മുഴുവൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് എന്നും ജോലിയാണ്. എല്ലായിടത്തും ലോകം മുഴുവൻ കർത്താവിനെ സാക്ഷിക്ക് ജോലി കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയാവോ? കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും 100% സത്യമായിരിക്കണം. സത്യം മാത്രം എനിക്ക് കേട്ടാൽ മതി, വേറെ ആര് പറയുന്നു എനിക്ക് കേൾക്കണ്ട. ഏത് കേട്ടാലും അതിനെ ദൈവസന്നിധിയിലേക്ക് വിട്ടിട്ട് സത്യം മാത്രം മതി എന്ന് പറഞ്ഞ് അരിച്ചു പേർക്കി നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ നിറയാൻ ഒക്കാത്തത്. സത്യം നമ്മളെ സ്വതന്ത്രമാക്കുമെന്നാണ് പറയുന്നത്. അസത്യങ്ങൾ നമ്മളെ ബന്ധിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ധാരണകളിലും ചിന്തകളിലും ചിന്താഗതികളിലും കുറേ അസത്യം കൂടി ഉണ്ട്, ചില അശുദ്ധികളുണ്ട്, ചില മുൻവിധികളുണ്ട്, ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇത് അറിഞ്ഞിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം വായിച്ചു. ഇന്നലെ എനിക്കിത് മനസ്സിലായി. എത്രയോ നാൾ പ്രസംഗിച്ചത്. അപ്പൊ യോഹന്നാൻ അന്ന് മനസ്സിലായെന്നാ പറയുന്നത്. ഏതാ? ഇവനെങ്ങനെ മരിച്ചു ഉയർത്തേണ്ടതായിരുന്നുവെന്ന് അന്ന് ബോധ്യമായെന്ന് ഒരു വചനത്തിനകത്തുണ്ട്. യോഹന്നാൻ കബറിനകത്ത് കയറി
ഇതെല്ലാം കണ്ട് ആ ദൂതന്മാരുടെ ആ പ്രസ്താവനയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ, അയ്യോ ഇത് നേരത്തെ കർത്താവ് പ്രസംഗിച്ചതായിരുന്നല്ലോ, ഞാൻ മരിച്ചു വേർത്ത്. പക്ഷെ ആ കാര്യം അവരെല്ലാം മറന്നുപോയി. അവർക്കത് ബോധ്യമായില്ല, അവർ ശ്രദ്ധിച്ചുമില്ല. അന്ന് ബോധ്യമായെന്നൊരു വചനമുണ്ട്. കണ്ടോ എത്ര വാക്യമാണെന്ന്. യോഹന്നാന് ആ കവറിനകത്ത് കയറി ഈ ദൂതന്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ, അയ്യോ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് അന്ന് മാത്രമാണ്, അപ്പം മാത്രമാണ് ബോധ്യമായത്. അങ്ങനത്തെ ദിവസങ്ങൾ നമുക്കും ഉണ്ടാകാം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാ ഉയർപ്പ് പെരുന്നാളിലും എല്ലാ വിശേഷ ദിവസങ്ങളിലും വേദദിവസം നമ്മൾ വായിച്ചാലും ചിലപ്പോൾ എന്നാണ്, എപ്പോഴാണ്, ഏതെല്ലാം കാര്യം ബോധ്യമാകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വായന നിർത്തരുത്, അന്വേഷണം നിർത്തരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകന്റെ മരണ ദിവസം നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഇന്ന് മാത്രം കിട്ടുന്ന എന്തെങ്കിലും വെളിപ്പാടുണ്ടെങ്കിൽ അത് നമ്മളെ കുറെ കൂടെ ദൈവത്തോട് അടുപ്പിക്കും, കുറെ കൂടെ സ്വതന്ത്രമാക്കും. അതിന് തടസ്സമായി നിൽക്കുന്നില്ല. മുൻവിധികളോടും തെറ്റിദ്ധാരണകളോടും മുൻപരിചയങ്ങളോടും യാത്ര പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധമായ കണ്ണിലൂടെ പരിശുദ്ധമായ ആ കാഴ്ചപ്പാടിലൂടെ എല്ലാം കാണുവാനുള്ള കൃപയായിരിക്കാൻ ഒരിക്കലോട് പാവത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഓർമ്മ ദിവസം കൊണ്ടാടുവാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യകരമായ അവസരത്തിന് നന്ദി പറയും. ഈ ദിവസം മാത്രം നമുക്ക് ദൈവം തന്ന എന്തെങ്കിലും സന്ദേശമുണ്ടോ? എല്ലാ ദിവസങ്ങൾക്കും എല്ലാ നിമിഷങ്ങൾക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വചനത്തിൻ്റെ പൊരുൾ വെളിപ്പെടുവാൻ പറ്റിയ സാഹചര്യം ദൈവത്തിന് മാത്രമേ അറിയാവൂ. അത് നമ്മൾ പല ദിവസങ്ങളോ കാലങ്ങളോ കാത്തിരിക്കേണ്ടി വരും. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ പറ്റിയ ചില അവസരങ്ങളും സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും. ആ ജാഗ്രതയോടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ, കാത്തിരിക്കാനെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയാൻ നമ്മുടെ ബോധവിചാര ഹൃദയമണ്ഡലങ്ങൾ ഏകാഗ്രതയുള്ളതായി ശ്രദ്ധിക്കുവാൻ പറ്റിയ വിധത്തിലാകുക എന്ന് പറഞ്ഞ വലിയ ഭാഗ്യമുള്ള ഒരവസ്ഥയാണ്. ഏകാഗ്രതയും നിമ്മതയും വിട്ട് വഷളായി പോയാൽ കേൾക്കരുതാത്ത കേൾക്കും, ചെയ്യരുതാത്ത ചെയ്തു പോകും, പിശാചിന്റെ കയ്യിൽ വീണ്ടും ആയി പോവുകയാണ്. യോഹന്നാൻ സ്നാപകന് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതായ സന്ദേശം, ഇപ്പോൾ പാടിയതായ പാട്ടിനകത്ത് പിതാക്കന്മാർ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിനകത്ത് പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ശരിക്കും മനസ്സിലാക്കി അത് അനേകരെ പഠിപ്പിക്കുവാൻ ഈ യോഹന്നാൻ എങ്ങനെ കഴിഞ്ഞു? യോഹന്നാൻ നല്ലൊരു ജനനം കിട്ടി. ഒരുക്കപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് കൃത്യസമയത്ത് ജനിക്കാൻ സാധിച്ചു. ആ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഗർഭത്തിൽ വെച്ച് തന്നെ കർത്താവിനെ തിരിച്ചറിഞ്ഞു, ആനന്ദിച്ചു, സന്തോഷിച്ചു. ആനന്ദം ബലമായി മാറി. വളരെ പ്രായം ചെന്ന് വൃദ്ധയായിരുന്ന അമ്മ ഒരു സ്വാഭാവിക പ്രസവം നടത്തിയത് ഒരു അത്ഭുതമാണ്. സിസേറിയൻ വേണ്ടി വരും സാധാരണഗതി. സിസേറിനില്ലാതെ സ്വാഭാവിക പ്രസവം നടന്നതിൻ്റെ കാര്യം ഞാനറിയാവും. 3 മാസത്തെ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ മറിയാമും എലിസബേത്തും വീട്ടുപണി എല്ലാം ചെയ്തു. എല്ലാവരും ഓടി നടന്നോ വീട്ടിലെ പണിയൊക്കെ അങ്ങ് ചെയ്തപ്പോൾ മസിലുകളൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടി. എന്താ അപ്പോൾ ശരിക്ക് ഗർഭിണികൾ ജോലി ചെയ്യുന്നത് നല്ലതാണെന്നുള്ള കാര്യം. അല്ല ബെഡ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കാതെ ശരിക്കും ജോലിയൊക്കെ ചെയ്യാമെങ്കിൽ സിസേറിയൻ ഇല്ലാതെ വേണമെങ്കിൽ പ്രസവിക്കാൻ സാധിക്കുമെന്നൊരു പാട് അതിനകത്ത് ഉണ്ട്. എൻ്റെ അമ്മ എൻ്റെ അനിയനെ പ്രസവിച്ചത് ജോലിക്കിടയിലാണ്. കഷ്ടപ്പെട്ട് എൻ്റെ അപ്പൻ ജോലിക്ക് പോയിരിക്കുന്ന സ്ഥലത്ത് പൊതി കെട്ടി കൊടുക്കണം, ഉച്ചയ്ക്കത്തേക്ക് ആഹാരം തയ്യാറാക്കണം, അരയ്ക്കാൻ തേങ്ങ ഇല്ല, തേങ്ങ തീർന്ന ആളിനെ വിളിച്ചാൽ കിട്ടുകയില്ല. എന്നാ ചെയ്തെന്നറിയാമോ? തോട്ടിയുടെ അറ്റത്ത് ഒരു അരുവ വെച്ച് കെട്ടിയിട്ട് തേങ്ങാക്കൊല അറുത്ത് താഴെയിട്ട് ആ തേങ്ങ എടുത്തുകൊണ്ട് പോയി സമ്മന്തി ഉണ്ടാക്കി ആഹാരത്തിന് കറി ഉണ്ടാക്കി ആഹാരം കൊടുത്തുവിട്ട കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലാണ് പ്രസവവേദന ആരംഭിച്ചത്. അപ്പം സുഖമായിട്ട് പ്രസവം നടന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കഷ്ടപ്പാടുകൾ, ജോലികൾ, കൃത്യനിർവഹണത്തിന് വേണ്ടിയുള്ള ബന്ധപ്പാടുകൾ നമ്മളെ ആരോഗ്യമുള്ളോ ആക്കും, നമ്മുടെ ധർമ്മം ചെയ്യാൻ നമ്മളെ സഹായിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ യോഹന്നാൻ സ്നാപകൻ ദൈവശബ്ദം കേട്ട് ആത്മാവിൽ നിറഞ്ഞാണ് ഈ ലോകത്തിലേക്ക് തന്നെ വരുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിന് തന്നെ വളരാൻ സാധിച്ചു. ആ കൊച്ചിന് കുറച്ചുനാൾ മാത്രമേ അമ്മയുടെ പാൽ കുടിക്കാനുള്ളൂ. അപ്പോഴത്തേക്ക് ഹേരോദാവിൻ്റെ ശല്യം, ഹേരോദാവ് പിള്ളേരെ കൊല്ലുന്നതിനുള്ള ഓർഡർ വന്ന് പിള്ളേരെ കൊല്ലു തുടങ്ങി.
പേടിച്ച് പിള്ളേരെ കൊല്ലുന്ന കാര്യങ്ങൾ കേട്ട് ഈ കുഞ്ഞിനെ കാട്ടിക്കൊണ്ട് മറച്ചു. ഈ അപ്പനും അമ്മയും കൂടെ ഈ കുഞ്ഞിനെ കാട്ടിൽ കൊണ്ട് മറവ് ചെയ്തു. കുഞ്ഞിനെ അവിടുത്തെ നിന്ന് കരയുക. പക്ഷെ ആത്മാവിലായിരുന്നു ആ കരച്ചിൽ. ആത്മാവിൽ കരഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ ആ ശബ്ദം കേട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രസവിച്ച് കിടന്ന ആടിനോട് പറഞ്ഞത്, നിന്റെ കുഞ്ഞ് കിടന്ന് കരയെന്ന് കണ്ടോ, അതിനോട് പാൽ കൊടുക്കാൻ പറഞ്ഞു. കാരണം ആട്ടിൻകുട്ടിയുടെ ശബ്ദം പോലെയായിരുന്നു ഈ യോഹന്നാൻ്റെ ശബ്ദം. ഒരാട്ടിൻകുട്ടി കരയുന്ന പോലെയായിരുന്നു ഈ കൊച്ചിൻ്റെ കരച്ചിൽ. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന ആട്, തള്ളയാട് വിചാരിച്ചു എൻ്റെ കൊച്ചനാണ്ട് അവിടെ എങ്ങാണ്ട് കിടക്കുന്നു, എനിക്കതിന് പാൽ കൊടുക്കട്ടെ. ഓടിയൊന്ന് ഒരു കൊച്ചു കിടന്ന് കരയുന്നു, അതിന് അകട് വെച്ച് കൊടുത്ത് അങ്ങ് വലിച്ചം കുടിച്ചു. അപ്പോൾ സ്വന്തം ആട്ടിൻകുട്ടിയെ പോലെ തള്ളയാടി കുഞ്ഞിന് പാൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാവിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ മതി, തന്നെ അവർ പാൽ കുടിച്ചോളും, തന്നെ വളർന്നോളും, തന്നെ പഠിച്ചോളും, ഒരു ബന്ധപ്പാടും. ഇന്ന് എന്തൊക്കെ ബന്ധപ്പാടിലാണ്. ട്യൂഷൻ കൊടുത്തിട്ടും പഠിക്കുന്നില്ല, കുത്തിപ്പൊക്കിയിട്ട് പഠിക്കുന്നില്ല, എന്നാക്കെ ചെയ്താലും പഠിക്കുന്നില്ല. എന്നാക്കെ ചെയ്താലും കാര്യം എന്താ? ഒന്നാം ജന്മത്തിലെ കെടുതികൾ. അതുകൊണ്ട് നല്ലവണ്ണം ഒരുങ്ങി പ്രാർത്ഥിച്ച് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ആത്മാവിലെ ഗർഭത്തിലെ ആത്മാവിൽ നിറയ്ക്കാൻ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ആ കുഞ്ഞ് തന്നെ പഠിച്ചോളും, തന്നെ ജോലി കണ്ടെത്തിയും, തന്നെ റിട്ടയർ ചെയ്തോളും, തന്നെ പെൻഷനും വാങ്ങിച്ചോളും, പോകേണ്ടപ്പോൾ പോക്കോളും. ഒരു ഭാരവും നമുക്ക് വരികയില്ല. അതുകൊണ്ട് അവിടെയുള്ള കുറവുകൾക്ക് ക്ഷമ ചോദിക്കാമെങ്കിൽ ഇനിയും പുറകോട്ട് പോയി കുറവ് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പ്രവാചകന്മാർക്കും കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അവരെ ബുക്ക് ചെയ്യുക. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ഒന്നാം ജനനം പോയി, ശരിയായി ഒത്തില്ല. രണ്ടാം ജനനവും പൂർണ്ണമായിട്ടില്ല. രണ്ടാം ജനനം തലയ്ക്ക് മീതെ ജീവജല നദി വന്നിട്ടില്ല, അതുകൊണ്ട് ഞോടുക, തലക്കിട്ട് ഞോടൽ കിട്ടും. തല പരിശുദ്ധാത്മാവിൻ്റെ വെള്ളത്തിൽ നനഞ്ഞിരുന്നാലേ പിശാചിൻ്റെ ആക്രമണം തലയ്ക്ക് വരാതിരിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ കാല് മുതൽ തല വരെയുള്ള സ്ഥലം മുഴുവനും, കൈ കാലുകൾ മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ജീവജലത്തിൻ്റെ നനവുണ്ടെങ്കിൽ ഒരു പിശാച് നമ്മളെ തൊടുകയില്ല. നമുക്ക് സ്വസ്ഥമായി നമ്മൾ വേല വെച്ചിട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാം ജന്മത്തിലും രണ്ടാം ജന്മത്തിലും നമുക്ക് കെടുതികളുണ്ട്. ഒന്നാം ജന്മത്തിൻ്റെ കെടുതികൾ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ യോഹന്നാസിനാകുവാൻ ആ കെടുതി ഒന്നുമില്ലാഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ഒരുക്കപ്പെട്ട് തയ്യാറാക്കപ്പെട്ട് പ്രാർത്ഥനയുടെ മറുപടിയായി കുഞ്ഞ് ജനിച്ചതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ കുഞ്ഞ് തന്നെ വളർന്നു വേല ചെയ്തു പോയി. നല്ല ആരോഗ്യമായിരുന്നു. കാട്ടിലായിരുന്നു ആവശ്യമെങ്കിലും കാട്ടിലെ തേനും കാട്ടിലെ കിഴങ്ങുകളൊക്കെ മതിയായിരുന്നു തനിക്ക് ജീവിക്കാൻ. ഈ കുഞ്ഞിന് ആ മരുഭൂമിയുടെ കൊച്ചു കുറ്റിക്കാടുകൾക്കിടയിലുണ്ടായിരുന്ന കൊച്ചു ഫലങ്ങളൊക്കെ മതിയായിരുന്നു തനിക്ക് ജീവിക്കാൻ. അതുകൊണ്ട് ആവശ്യത്തിന് ആരോഗ്യമുണ്ടായിരുന്നു. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ മതി, വേണ്ടതെല്ലാം നമുക്ക് കിട്ടിക്കൊള്ളും. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാഞ്ഞുകൊണ്ടാണ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും കിട്ടാതെ പോയെന്ന് വിചാരിച്ച് കുറുകുറുപ്പും പരിഭവവും പരാതിയും കൊതിക്കുറവും മാറ്റി വെച്ചിട്ട് ഇനിയെങ്കിലും ആത്മാവിൽ നിറയാമെങ്കിൽ ശേഷിക്കുന്ന കാലമെങ്കിലും നമുക്ക് സന്തുഷ്ടമായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചിരിക്കുന്നു. യോഹന്നാസ്നാവൻ മരുഭൂമിയിൽ വെച്ചാണ് ദൈവശബ്ദം കേട്ടത്. വല്ല സൗകര്യം കൂടി ഉണ്ടോ? ഒരു സൗകര്യമില്ല. ദൈവാത്മാവ് പറഞ്ഞതിടത്തൊക്കെ പോയിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ട് അങ്ങനെയാണ് വചനം മുഴുവൻ പഠിച്ചത്. വചനം പഠിക്കണമെങ്കിൽ ദൈവം പറയുന്നിടത്തിരിക്കണം, പറയുന്നിടത്തേക്ക് പോകണം. ഈ കാര്യം എൻ്റെ അനുഭവം നമ്മളോട് പറയുകയാണ്. ഒരു 10-20 വർഷം മുമ്പ് മൈലപ്പുറ ധ്യാന മന്ദിരത്തിലെ ആയിരക്കണക്കിന് പേരെ ധ്യാനത്തിൽ സംബന്ധിച്ച് അനുഗ്രഹം ഭാവിച്ചു പോകുന്ന കാലയളവിൽ അവിടെ പല പ്രശ്നങ്ങളും പോരാട്ടങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞതാണ്, ഈ നന്നോക്കാട് നിന്ന് സ്ഥലത്തേക്ക് പോവാം. ഇവിടെ വന്നപ്പോൾ ആ മലയിൽ കയറി പോകാൻ പറഞ്ഞു. ഒരു സൗകര്യം ഇവിടെ ഇല്ല. ആ മലയിലെ പാറമടയിൽ പോയിരിക്കാൻ പറഞ്ഞു. ഈ കാണുന്ന വഴിയില്ല, ഈ വഴിയൊന്നും ഇവിടെ ഇല്ല. ഒരു കിഴുക്കാൻ തൂക്കായ ഒരു മലയുടെ ആ പാറകെട്ടിൻ്റെ ബാക്കി ഇങ്ങോട്ട് താഴോട്ട് കിഴുക്കാൻ തൂക്കായിട്ട് കിടക്കുക. നടന്നാൽ പോലും നമ്മൾ തെന്നി വീഴുന്ന സ്ഥലമാണ്, സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലൂടെ ഊർന്നിറങ്ങി ഇതിലൂടെ വന്ന് അവിടെ പോയി ഒരു രാത്രി മുഴുവൻ ആ പാറമടയിൽ ഇരുന്നിട്ടുണ്ട്. ആ പാറമടയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സന്ദേശം, യെഹെസ്കേലിൻ്റെ പുസ്തകത്തെ അവസാനത്തെ ഭാഗം വായിക്കാൻ പറഞ്ഞു. ആ സത്യം സംസാരിക്കാൻ വേണ്ടിയാണ് എന്നെ അന്ന് ഇവിടെ കൊണ്ടുവന്നത്. യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ടെന്ന് നമുക്കറിയാമോ? യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ട്? 48 അധ്യായമുണ്ട്. 48 അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ അവിടെ ഒരു സന്ദേശമുണ്ട്. 35-ാമത്തെ വാക്യത്തിൽ, അന്നു മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ നിന്ന് പേരാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നന്നൂക്കാടെന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ഒരു നഗരമാണ്. ജീസസ് നഗർ എന്നായിപ്പോൾ അതിൻ്റെ പേര്. ജീസസ് നഗർ എന്ന് പേര് വന്ന് നോക്കുന്നത് ജീസസ് റോഡുണ്ട്, ജീസസ് നഗരം എന്നാണ് പേര്. സങ്കേത പട്ടണമെന്നും സങ്കേത ഭവനമെന്നും അതിൻ്റെ പേര്.
ഇവിടുത്തെ പ്രത്യേകത യഹോവ അവിടെ, യഹോവ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ യഹോവ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വരുന്നവർക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഒരു സൗകര്യമില്ലായിരുന്നു, വെറും കാട്, നല്ല മുള്ളു പിടിച്ച സ്ഥലം. ആ മുള്ളിൻ്റെ കൂടെ വലിഞ്ഞു കഴിഞ്ഞു ആണ് അവിടെ കയറി ഇരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് കിട്ടിയതായ ആ സന്ദേശം യെഹെസ്കേലിൻ്റെ പുസ്തകം 48 അധ്യായത്തിന് 35 വാക്യത്തിൽ അന്ന് മുതൽ നഗരത്തിന് യഹോവ ശമ്മ എന്ന് യഹോവ അവിടെ നിന്ന് പേരാകുമെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഹൃദയത്തിലും നമ്മൾ പോകുന്ന ഇടങ്ങളിലും യഹോവ ഉള്ള സ്ഥലമായാൽ മതി. അവിടെ വേണ്ടതെല്ലാം കർത്താവ് കരുതിക്കൊള്ളും. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായതായി കാണുന്നില്ല. ഒരു പണപ്പിരിവ് നടത്തിയതില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഉള്ള സൗകര്യത്തിൽ കർത്താവിനെ ആരാധിച്ചു, വചനം വായിച്ചു, ആരാധിച്ചു. ഈ പരുവത്തിലായിരിക്കാം. നിങ്ങൾക്കൊരു സാക്ഷ്യമാണ് ഈ സ്ഥലം. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദൈവം പറയുന്നിടത്ത് പോകണം. ഇന്നലെ കർത്താവിൻ്റെ മാമോദിസ പെരുന്നാൾ ഇവിടെ നടത്തണം, ഇവിടെ വന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞു. ആരാധന കഴിഞ്ഞു, ധ്യാനവും കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇങ്ങ് കിടന്നാൽ എന്താണെന്നൊക്കെ തോന്നി. 5 മണി വരെ കിടന്നിട്ട് ക്ഷീണം മാറുന്നില്ല, അതുപോലെ ക്ഷീണം തോന്നി. അപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് സന്ധ്യയ്ക്കാൻ എവിടാ പോകേണ്ടത്? ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ? ഇവിടെ കിടന്നിട്ട് നാളെ കുർബാനയുള്ള ദിവസമല്ലേ? തോമസ് കുട്ടിക്കാണ് തലവേദനയായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകാതിരിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാൻ കർത്താവിനെ ചോദിച്ചു, സന്ധ്യയ്ക്കാൻ എവിടെ പ്രാർത്ഥിക്കേണ്ടത്? മൈലപ്പുറ ധ്യാനമന്ദിരത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നാണ് ദൈവാത്മാവിൻ്റെ നിയോഗം. പോകാനൊരു സൗകര്യമില്ല, നല്ല ക്ഷീണമുണ്ട്, കിടക്കാനാണ് തോന്നുന്നത്. എന്നെ കൊണ്ടുപോകേണ്ട ആളിനും സൗകര്യമില്ല, തലവേദനയായിട്ട് കിടപ്പുണ്ട്. എങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ പോകണമെന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ കുത്തിപ്പോക്കി ആളിനെ കൊണ്ടുപോയി അവിടെ ചെന്ന് കയറി. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ്, എല്ലാവരും പോയതിന് ശേഷം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരവസരമുണ്ട്. കർത്താവിനോട് ചോദിച്ചിട്ട് കർത്താവ് പറയുന്ന വചനം വായിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. എത്ര പ്രാവശ്യം വായിച്ചതാണെങ്കിൽ ഇന്ന് ഞാൻ വായിക്കേണ്ട വേദഭാഗം ഏതാണെന്ന് ദൈവാത്മാവിനോട് ചോദിക്കുമ്പോൾ കാണിച്ചു തരുന്നത് ഇന്ന വേദഭാഗത്തിന് ഇന്ന പേര് ഇന്നടം വായിക്കാൻ പറയും. അന്നേരം മാത്രം കിട്ടുന്ന ഒരു ഉൾക്കാഴ്ചകളുണ്ട്. ആ ഉൾക്കാഴ്ചകളാണ് എന്നെ ധൈര്യമായി സന്തോഷമായി വേല ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ വചനം നിങ്ങളുമായി പങ്കിട്ടത് അതേതാണ്? യോഹന്നാന് ശേഷം 20 അധ്യായം 9 വാക്യം. ആ 9 വാക്യത്തിൽ യോഹന്നാന് 3.5 കൊല്ലം കർത്താവിൻ്റെ പുറകെ നടന്നെങ്കിലും, കർത്താവിന് മാൽ ഒത്തിരി പ്രാവശ്യം ചാരിയെങ്കിലും, ഒത്തിരി പ്രസംഗം കേട്ടെങ്കിലും മനസ്സിലാകാതെ പോയൊരു കാര്യമാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം. യേശു മരിക്കുന്ന കാര്യവും യേശു ഉയർത്തെഴുന്നേൽക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇത് രണ്ടും. യേശു എന്നും അങ്ങ് ജീവിക്കണം, യേശു എന്നും രാജാവായി വാഴണം, ഇവരെ മന്ത്രിയാക്കണം എന്നൊക്കെ ആയിരുന്നു അവരുടെ വിചാരം. പക്ഷെങ്കിൽ അവര് യേശു മരിക്കേണ്ടതും ഉയർക്കേണ്ടതും ആയിരുന്നു എന്നുള്ള കാര്യം ഒഴിഞ്ഞ കല്ലറയിൽ പോയി ഒളിഞ്ഞു നോക്കി അതിനകത്ത് കയറി ആ 2 ദൂതന്മാർ കാൽക്കലും തലയ്ക്കലും ഇരുന്നുകൊണ്ട് പറഞ്ഞ ആ ശബ്ദം കേട്ടപ്പോഴാണ്, അയ്യോ ഇതൊക്കെ എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞതാ. ആ ഉൾക്കാഴ്ച കിട്ടിയത് അപ്പോഴാണെന്ന് പറഞ്ഞു. ഇനി അപ്പം 9 വാക്യത്തിൽ എന്നാ പറയുന്നത്? അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതോ ആകുന്നു എന്നുള്ള കാര്യം അന്ന് വരെ അറിഞ്ഞില്ല. പറഞ്ഞതാ, കേട്ടതാ, പക്ഷെ അറിഞ്ഞില്ല. അപ്പം പറഞ്ഞാലും കേട്ടാലും അറിയാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടാമെങ്കിൽ നമുക്ക് വളരെ വേഗം പൂർണ്ണതയിലെത്തി ആത്മാവിൽ നിറയാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വളരെയധികം സമീപിച്ചിരിക്കുകയാണ്. നമ്മളും കൂടെ ഒന്ന് ആത്മാവിലായിട്ട് കല്യാണത്തിന് ചെല്ലണം വിചാരിച്ച് കർത്താവ് ഒരുങ്ങി മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് കർത്താവിനെ അധികം വിഷമിപ്പിക്കരുത്. എത്രയും വേഗം നമുക്ക് 100% പെന്തിക്കോസ്തിയുടെ അനുഭവം ഉണ്ടാകണം. പ്രാണൻ മുഴുവൻ യേശുവിൻ്റെ മാറിലാകണം. യേശുവിന് മണവാട്ടിയെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ പ്രാണനും കൈ കിട്ടണം. ഏതാ? ആദാമിൻ്റെ വാരിയിൽ കൈ കിട്ടിയതുകൊണ്ടാണ് ഹവ്വ ഉണ്ടായത്. വേറെ വാരിയിൽ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ ആയോ? ഒരു വാരിയിൽ കൈ കിട്ടി, അത് ഹവ്വയായിട്ടങ്ങ് മാറി. കിട്ടാത്ത വാരിയിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കർത്താവ് മണവാട്ടി സഭയെ സൃഷ്ടിക്കുമ്പോൾ കർത്താവിൻ്റെ കൈ നമ്മുടെ പ്രാണക്കുട്ടിയും കയ്യിലുണ്ടായിരിക്കണം. മാറിലെന്ന് എടുത്താണ് പ്രാണക്കുട്ടിയെ മണവാട്ടിയാക്കാൻ പോകുന്ന. കർത്താവേ, എൻ്റെ പ്രാണക്കുട്ടി നീ കൈ നീട്ടുമ്പോൾ മണവാട്ടിയെ സൃഷ്ടിക്കുമ്പോൾ നിൻ്റെ കൈ കയറണം, എനിക്കും മണവാട്ടിയാകണം. മണവാട്ടിയാകാതെ പോകുന്ന അനേര് കാണുമെന്ന് എനിക്കറിഞ്ഞിരിക്കണം. ചില തോഴിമാരായിപ്പോവും, ചില കാഴ്ചക്കാരായിട്ട് മാറിപ്പോവും. മണവാട്ടിയാകാൻ ഒക്കുന്ന ആ വലിയ ഭാഗ്യം നമുക്ക് ദൈവം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കിട്ടണമെങ്കിൽ എത്രയും വേഗം അവൻ്റെ മാറിൽ പ്രാണൻ എത്തിയിരിക്കണം. എവിടെ എഴുതിയിരിക്കുന്നത്? കൊലോസ്യർ 3 അധ്യായത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിക്കുന്ന പ്രാണൻ അപ്പം തന്നെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ പ്രാണൻ ശരീരത്തിനുള്ളിൽ എത്തിച്ചേർന്ന് അവിടെ
രഹസ്യമായി മറഞ്ഞിരിക്കാമെങ്കിൽ പ്രാണക്കുട്ടികളെല്ലാം കൂടെ ചേർന്ന് മണവാട്ടി ഉണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. അതെപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, രഹസ്യമാണ്. ആ രഹസ്യമായ മണവാട്ടി സഭയുടെ രൂപീകരണ പൂർത്തീകരണ സമയത്ത് അവൻ്റെ ചങ്കിലും അവൻ്റെ കയ്യിലും നമ്മുടെ പ്രാണനും കൂടി ഉണ്ടെങ്കിൽ മണവാട്ടിയാകാം. അല്ലാത്തൊരു തള്ളപ്പെടും. ബുദ്ധിയില്ലാത്ത കന്യമാരെ പോലെ തള്ളപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്, മാറ്റപ്പെടുന്ന ഒരു കൂട്ടർ. അന്നേരം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ നിമിഷങ്ങൾ മണവാട്ടിയാകാനാണ്ടി യേശുവിന് മാറിലേക്ക് പോകാനുള്ള സമയമാണ്. കുരിശെടുത്ത് ആത്മാവിൽ നിറഞ്ഞ് യേശുവിനെ അനുഗമിച്ച് ആത്മാവിൽ നിറഞ്ഞ് വേല ചെയ്താൽ മാത്രമേ ഇത് പറ്റുള്ളൂ. യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ അനുഗമിച്ച് ക്രിസ്ത്യാനിയായിട്ടുള്ള ജീവിതത്തിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് യേശുവിനെ വിശ്വസിക്കുന്ന ഘട്ടം, യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഘട്ടം, യേശു പറയുന്നിടത്ത് പോകുന്ന ഒരു ഘട്ടം. അങ്ങനെ ശിഷ്യത്വത്തിൻ്റെയും അപ്പോസ്തലത്വത്തിൻ്റെയും 2 ദൗത്യങ്ങൾ നമുക്കുണ്ട്. ആദ്യം കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, കർത്താവിനെ പോലെയാവുക, പ്രാണൻ മുഴുവൻ അവൻ്റെ ഉള്ളിലാവുക. ഞാൻ പറഞ്ഞിടത്തൊക്കെ പോവുക, പറഞ്ഞിടത്തൊക്കെ പോയിരിക്കുക, പറയുന്നിടത്തൊക്കെ യാത്ര ചെയ്യുക, തിരിച്ച് ചെന്ന് റിപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ യേശുവിനെ അനുധാവനം ചെയ്ത് അനുകരിച്ച് അനുഗമിക്കുന്ന ഒരു കാലം. അതിനുശേഷം പെന്തിക്കോസ്തിയിൽ കാത്തിരുന്ന പോലെ 120 കാത്തിരുന്ന പോലെ ഒരു കാത്തിരിപ്പിൻ്റെ കാലം. ഈ കാത്തിരിപ്പിൻ്റെ കാലം പൂർത്തീകരിച്ചാൽ മാത്രമേ 100% പ്രാണൻ ആത്മാവിൽ നിറഞ്ഞ് യേശു ചെയ്തതിനേക്കാൾ വലുതുമായ കാര്യങ്ങൾ ചെയ്ത് അനേക പ്രാണനെ നേടിക്കൊണ്ട് യേശുവിൻ്റെ മാറിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈ ലക്ഷ്യബോധത്തോടെ നിങ്ങൾ ഇനിയുള്ള നിമിഷങ്ങൾ 1 മിനിറ്റ് പോലും കളയാനില്ല. തക്കത്തിൽ ഉപയോഗിച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ ഉള്ളിൽ സ്വർഗീയ മണവാളനായ യേശുവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. റിബേക്ക കണ്ണ് ഉയർത്തി നോക്കിയപ്പോൾ ഇസ്ഹാക്കിനെ കണ്ടതുപോലെയും, ഇസ്ഹാക്ക് കണ്ണ് ഉയർത്തി നോക്കിയപ്പോൾ റിബേക്കയെ കണ്ടതുപോലെയും 2 പേരുടെയും ദുഃഖം തീർന്നു. 2 പേരും സന്തോഷമായി ജീവിച്ചു, സന്തുഷ്ടമായി ജീവിച്ചു. യേശുവിൻ്റെയും മണവാട്ടി സഭയുടെയും ജീവിതത്തിൻ്റെ ഒരു മുൻകുറിയാണ് ഇസ്ഹാക്കിൻ്റെയും റിബേക്കയുടെയും കുടുംബജീവിതം. അതുപോലെ നമുക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ സമാഹരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അവസരങ്ങൾ അതിനാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കർത്താവിൻ്റെ മണവാട്ടി സ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ, മൂഢവിശ്വാസങ്ങൾ, വിദ്യാബോധങ്ങൾ, മുൻവിധികൾ ഇവയെ ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. 86% മുൻവിധിയുള്ളവരും വിദ്യാബോധമുള്ളവരും ഇതിനകത്തുണ്ടെന്ന കാര്യം ഞങ്ങളെ അറിയിച്ച് ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ സമ്മതിക്കുന്നത്. അതിൻ്റെ താങ്ങികൾ ഒത്തിരി ഉണ്ട്. അതിനെല്ലാം പകരം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതിനെല്ലാം കർത്താവ് പകരം തന്നു കഴിഞ്ഞിരിക്കുന്നതിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. ആ പകരം കിട്ടിയ ജീവികളിലേക്ക് അതിനെ കുറേശ്ശെ ആയിട്ട് ഞങ്ങൾ 100% സത്യബോധമുള്ളവരായി, സത്യവചനം സത്യമായി ഗ്രഹിച്ച് സത്യമായി യേശുവിനെ ഉള്ളിലാക്കി, സത്യം മാത്രം ഗ്രഹിച്ച് സത്യം മാത്രം പറഞ്ഞ് സത്യത്തെ മാത്രം അനുസരിച്ച് ഞങ്ങൾ ജന്മസാവലിനോട് ഇവൻ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചെയ്യുവാനായിട്ട് തന്നെ.